നമസ്കാരം. ഭരണത്തിൽ ഉള്ള സമയത്ത് കോൺഗ്രസ് ആണ് ഭരണത്തിൽ എങ്കിൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ KPCC ഓഫീസിന് ഒരു പ്രത്യേക പ്രൗഢിയാണ്. നിറയെ വില കൂടിയ വാഹനങ്ങൾ, കാറുകളുടെ അകമ്പടി KPCC ഓഫീസിനകത്തും ഓഫീസ് കോമ്പൗണ്ടിനകത്തും പുറത്തും നിരവധി വാഹനങ്ങളാണ്. ഇപ്പോൾ നാം പറഞ്ഞു വരുന്നത് KPCC ഓഫീസിലേക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ ഖദർദാരികളല്ലാത്തവരും ആയവരും ഒക്കെ കൊണ്ട് നിറയാൻ തുടങ്ങുന്ന എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അതായത് KPCC ഓഫീസിലേക്ക് നിരവധി അടുത്ത ഭരണം കോൺഗ്രസിന് കിട്ടും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെയായി സ്ഥാനാർത്ഥി മോഹികൾ വരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നാം ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ KPCC ഓഫീസ് ഇരിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മുരളീധരൻ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമല്ല. മുരളീധരനോട് ആഭിമുഖ്യമുള്ള ഇടത് അനുഭാവികളും CPM-കാർ തന്നെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് MLA ആയിരിക്കുന്ന VK പ്രശാന്ത് അവിടെ നിന്ന് കളം മാറേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ VK പ്രശാന്ത് കളം മാറും എന്ന് തന്നെയാണ് CPM വൃത്തങ്ങളിൽ നിന്നും പാർട്ടിയിലെ സഖാക്കളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. VK പ്രശാന്ത് വട്ടിയൂർക്കാവ് വിട്ട് അദ്ദേഹം കഴക്കൂട്ടത്തേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കഴക്കൂട്ടത്തേക്ക് പോകും. അവിടെ നിലവിൽ MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ 3 തവണ MLA-യും 1 തവണ മന്ത്രിയും ആയ സ്ഥിതിക്ക് അദ്ദേഹം അവിടെ നിന്ന് ഒഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഒഴിയുന്ന നിലയ്ക്ക് അവിടെ VK പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ മത്സരിക്കാനായി വട്ടിയൂർക്കാവ് താൻ 2 തവണ ജയിച്ച വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ട് അദ്ദേഹം വീണ്ടും കഴക്കൂട്ടത്തേക്ക്, അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായ, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമായ കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ ഇവിടെ വട്ടിയൂർക്കാവ് മുരളീധരന് വളരെ ഈസി വാക്ക് ഓവർ കിട്ടാനായി CPM-ൽ നിന്ന് ഏതെങ്കിലും ഒരു പുതുമുഖത്തെ, ജില്ലാ കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു യുവാവിനെ, ആരെയെങ്കിലും, ഏതെങ്കിലും ഒരു മുരളീധരനോളം മത്സരിച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെ ഇടാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ മുരളീധരൻ ജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഏതായാലും CPM-ലെ ഒരു വിഭാഗം പിണറായി ഭരണത്തിൽ 2 തവണ വന്നതിൽ തന്നെ അടുത്ത തവണ പിണറായി ഭരണം വരരുത്, അതായത് പിണറായിയെ തന്നെ ആയിരിക്കും മിക്കവാറും LDF അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തുക. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള പിണറായിയെ സംബന്ധിച്ച് അത് താല്പര്യമില്ലതാനും, എങ്കിലും അദ്ദേഹത്തെ ആയിരിക്കും LDF-ൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തുന്നതും. അത് പാർട്ടിയുടെ ഒരു തീരുമാനം കൂടെ ആകുമ്പോൾ കോൺഗ്രസ് ഭരണം വരണം എന്ന് CPM-നകത്ത് ഒരു കൂട്ടം CPM-കാരും ആഗ്രഹിക്കുന്ന സ്ഥിതിക്കും മുരളീധരനെ വട്ടിയൂർക്കാവ് നിന്ന് ജയിപ്പിക്കേണ്ടത് CPM-നകത്ത് പിണറായി വിരുദ്ധ പക്ഷത്തിന് കൂടെ ഒരു താല്പര്യമായി തീർന്നിരിക്കുന്നത് കൊണ്ടും VK പ്രശാന്തിൻ്റെ തട്ടകം കഴക്കൂട്ടത്തേക്ക് മാറ്റുകയും മുരളീധരന് വളരെ സുഖമായി വട്ടിയൂർക്കാവ് നിന്ന് ജയിക്കുവാനുള്ള ഒരു സാഹചര്യവും കൂടി ഒരുക്കുകയാണ് CPM-ലെ ഏതാണ്ട് ഒരു ജില്ലാ കമ്മിറ്റിയിലെ തന്നെ, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ തന്നെ നിരവധി സഖാക്കളും, അതായത് മുരളീധരനോട് താല്പര്യമുള്ള നിരവധി CPM സഖാക്കൾ തന്നെ ഉണ്ട് താനും. അപ്പോൾ ആയതുകൊണ്ട് മുരളീധരൻ ജയിക്കേണ്ടത് കോൺഗ്രസിനെ പോലെ തന്നെ CPM-ൻ്റെയും ആവശ്യമായി വന്നിട്ടുണ്ട്. നന്ദി, നമസ്കാരം.